ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. അപ്പോൾ റമദാനൊക്കെ തുടങ്ങാനായി. അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് മീൽ പ്രിപ്പറേഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ. ഇനി ഇത് ബദാം കുറച്ച് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ കാബൂൾ കടല അല്ലെങ്കിൽ ചനാച്ചോളം എന്നൊക്കെ പറയുന്ന ഇത് കടല, ഇത് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് റെഡിയാവുന്ന സമയം കൊണ്ട് വേറൊരു ഇത് കാണിക്കാം. നമുക്ക് ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കിട്ടുന്ന കവറൊന്നും കളയാതെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസൊക്കെ ഇത് പൗഡറാക്കിയിട്ട് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് നെയ്ച്ചോറൊക്കെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ആവശ്യം വരുമല്ലോ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് നട്ട്സ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ നോമ്പ് കുറച്ചും കൂടി ഹെൽത്തി ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ബദാം, പിസ്ത, കാഷ്യൂ, ബ്ലാക്ക് റൈസിൻസൊക്കെ ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്താഴത്തിനോ നമുക്കിതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള സ്മൂത്തിയോ അല്ലെങ്കിൽ ബദാം മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള നട്ട്സ് കൊണ്ടുള്ള ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് പേസ്റ്റ് ചെയ്ത് വെക്കണം. പിസ്തയൊക്കെ തൊണ്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ പിസ്തേൻ്റെ ഷെല്ല് ഇതുപോലെ ഞാനൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ അതേപോലെ ബദാം ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം, നേരത്തെ കുതിർത്താൻ വെച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2-3 ഏലക്കയും കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഈ പേസ്റ്റെല്ലാം നമുക്ക് ഇതേപോലെ ഒരു ഐസ് ട്രേയിൽ നിറച്ച് വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിതുപോലെ ഒരു കവറിൽ, സിപ്ലോ കവറിൽ എടുത്ത് വെച്ചതിന് ശേഷം ആ മോഡിലേക്ക് തന്നെ ഈ പേസ്റ്റൊക്കെ ഞാൻ വെച്ചിട്ട് ഇതേപോലെ ക്യൂബ്സ് ആക്കി എടുക്കും. അത് ഇതേപോലെ തന്നെ കവറിൽ എടുത്ത് വെക്കുകയും ചെയ്യാം നമുക്ക്. ഇനി അതേപോലെ വേണ്ടത് ഈത്തപ്പഴമാണ്. കുറച്ച് നല്ല അലിഞ്ഞ ഈത്തപ്പഴമാണ് ഞാൻ എടുത്തതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ ഉപയോഗിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിന് പകരം മധുരത്തിന് ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇതേപോലെ കുരു കളഞ്ഞ് സിപ്ലോ കവറിലാക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും ഫ്രീസ് ചെയ്യാം. ഈ സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. ഇനി ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിന്നെ മല്ലിയില, കറിവേപ്പിലൊക്കെ എങ്ങനെയാണ് കുറേ
ദിവസത്തോളം നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലാകുമ്പോൾ നല്ല വൃത്തിക്ക് നമ്മളത് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിനീഗറും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് കഴുകുന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 3 തവണയെങ്കിലും കഴുകി അത് ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു വൃത്തിയുള്ളൊരു തുണി വിരിച്ചിട്ട് അതിൽ ജലം മുഴുവൻ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ ഒപ്പിയെടുക്കാം. ഇനി അത് അവിടെ നിൽക്കട്ടെ. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മല്ലിയിലയും കൂടെ ഇതാക്കിയെടുക്കുക. അതിൻ്റെ ഈ വേര് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനീഗർ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഉണങ്ങിയ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ വെക്കണമെന്നില്ല. ഇനി മല്ലിയില ഇതേപോലെ വെള്ളം പോകാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാബൂൾ കടല നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കണം. വേവുന്നതിൻ്റെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നേരത്തെ കറിവേപ്പില ചെയ്ത പോലെ തന്നെ ആ കണ്ടെയ്നറിൽ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. ഇനി പത്തിരിപ്പൊടി കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു 2 ആഴ്ചത്തേക്കുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വാട്ടിയതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുത്ത് പിന്നെ എണ്ണ കൊണ്ട് ഒന്ന് കുഴച്ച് ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. നമ്മളെ ഈ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ഇതുപോലെ സിപ്പ് ലോക്കിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചെടുക്കാം.